In today's class, we are going to discuss about a concept called method overriding, which comes in inheritance. നേരത്തെ നമ്മൾ ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇതേപോലെ ഏകദേശം പേരൊക്കെ ഇതുപോലെ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരേ പേരിൽ നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഒരേ പേരിൽ മെത്തേഡ്സ് ഉണ്ടാവുമ്പോഴാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഒരേ പേരിൽ നമുക്ക് മെത്തേഡ്സ് ഉണ്ടാകും. ദാറ്റ്സ് കോൾഡ് മെത്തേഡ് ഓവർലോഡിങ്. റൈറ്റ്. അത് നമ്മൾ നിങ്ങളെ പ്രോഗ്രാം ലിസ്റ്റിൽ നിങ്ങൾക്കൊരു വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. റൈറ്റ്. വോളിയം ഓഫ് എ സിലിണ്ടർ, വോളിയം ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് എ അങ്ങനെ 2-3 ഷേപ്സിൻ്റെ വോളിയം കണ്ടുപിടിക്കണേ. സോ അതിൽ നിങ്ങൾ കണ്ടു വോളിയം എന്ന് പറയുന്ന പേരിലാണ് നിങ്ങൾ എല്ലാ മെത്തേഡും അങ്ങനെ ഒരു പേരിലാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും അതിൻ്റെ മോസ്റ്റ്ലി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് ഡിഫർ ചെയ്തത് അല്ലേ. നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഡിഫർ ചെയ്യുന്നുണ്ട്. വോളിയം ഇപ്പോൾ നമ്മൾ ക്യൂബിൻ്റെ വോളിയം ആണെങ്കിൽ നമ്മൾ ഒരു സൈഡ് മാത്രം ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കും. സൈഡ് ലെങ്ത് ഓഫ് എ സൈഡ്, ദാറ്റ് ഇസ് ആർഗ്യുമെൻറ്റ്. പിന്നെ സിലിണ്ടറിൻ്റെ ആണെങ്കിൽ you give radius and height as the argument, right? Rectangular box inde aanengil you give length, breadth and height as the argument, right? Angane different number of arguments varumbol we get different methods. Actually compiler will identify it as different methods even though all of them have the same name. പേര് ഒന്നാണെങ്കിലും അതിനെ വ്യത്യസ്തമായ മെത്തേഡ്സ് ആയിട്ട് കമ്പൈലർ കണക്കാക്കിക്കൊള്ളും. Because അതിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സംടൈംസ് ഇറ്റ് മേ ബി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, സംടൈംസ് ഇറ്റ് ക്യാൻ ബി ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഓൾസോ. ഓക്കെ. സോ നമ്പറും ടൈപ്പും ഒക്കെ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പൈലർ വിൽ കൺസിഡർ ഇറ്റ് ആസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ഇറ്റ് വിൽ റിസോൾവ് ദി ആംബിഗ്യൂറ്റി, വാട്ട് എവർ ആംബിഗ്യൂറ്റി. അതായത് നെയിം ആംബിഗ്യൂറ്റി ഉണ്ടല്ലോ അവിടെ, ഒരേ പേരിലാണ് മെത്തേഡ്സ് ഉള്ളത്. സോ ആ നെയിം ആംബിഗ്യൂറ്റി വിൽ ബി റിസോൾവ് ബൈ ദി കമ്പൈലർ. ഓക്കെ. സോ ഇറ്റ്സ് എ വൺ നമ്മൾ ഈ ഓവർലോഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസെപ്റ്റ് ദാറ്റ് കംസ് ഇൻ പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് ജാവയിൽ എക്സിബിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല മെക്കാനിസംസ് വഴിയാണ്. ഓവർലോഡിങ് ഇസ് വൺ. ഓക്കെ. ഓവർലോഡിങ് ഇസ് വൺ ടൈപ്പ് ഓഫ് പോളിമോർഫിസം. വി ക്യാൻ കോൾ ഓവർലോഡിങ് ഇസ് വൺ ടൈപ്പ് ഓഫ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ പേരിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമ്പോഴാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫാദർ എന്ന് പറയുന്ന ആള് he will have different responsibilities. To you he is your father. നിങ്ങളുടെ ഫാദറിൻ്റെ അമ്മയുടെ അടുത്ത് ഫാദർ ഇസ് എ സൺ അല്ലേ. ഫാദറിൻ്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സണ്ണിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫാദറും നിങ്ങളുടെ മദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫാദർ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ഹിസ് വൈഫ്, റൈറ്റ്. പിന്നെ ഫാദറിൻ്റെ ബ്രദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ. ദ സെയിം പേഴ്സൺ ഹാസ് ഡിഫറെൻറ്റ് റിലേഷൻഷിപ്സ്, ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ. അതേപോലെയാണ് ഈ ഓവർലോഡിങ് അല്ലെങ്കിൽ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ. ഓവർലോഡിങ് നമ്മൾ എക്സാക്ട്ലി പറയുന്നില്ല. പോളിമോർഫിസം നമുക്ക് 2 രീതിയിൽ നമുക്ക് ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വൺ ഇസ് മെത്തേഡ് ഓവർലോഡിങ്. അനദർ ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ദാറ്റ് ഇസ് കോൾഡ് മെത്തേഡ് ഓവർറൈഡിങ്. ഓക്കെ. സോ ലെറ്റ് us see മെത്തേഡ് ഓവർറൈഡിങ്. So in a class hierarchy, when a method in a subclass has the same name and type signature as a method in a superclass, അതായത് സബ് ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിന് സൂപ്പർ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡിൻ്റെ അതേ പേര് മാത്രമല്ല ടൈപ്പ് സിഗ്നേച്ചർ വെച്ചാൽ മൊത്തമായിട്ട് മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ്, മെത്തേഡിൻ്റെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ്, ആർഗ്യുമെൻറ്റ്സിൻ്റെ നമ്പർ, അത് രണ്ടും അത് സെയിം ആണെങ്കിൽ സൂപ്പർ ക്ലാസ്സിൻ്റെ മെത്തേഡിൻ്റെ ടൈപ്പ് സിഗ്നേച്ചർ ആൻഡ് മെത്തേഡ് നെയിം എന്താണോ അതേ രീതിയിലാണ് സബ് ക്ലാസിൻ്റെ മെത്തേഡ് നെയിം എങ്കിൽ
then we say that the method in the subclass override the method in the superclass. ഓക്കെ, അന്നേരമാണ് ഓവർറൈഡിങ് എന്ന് പറയാം. സബ് ക്ലാസ്സിലുള്ള മെത്തേഡിൻ്റെ പേര് മാത്രമല്ല, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും ഒക്കെ സെയിം ആവുമ്പം it is the same, okay, it has the same name, same type of arguments, same return type, everything, the type signature എന്ന് അതിന് പറയാം. ഓക്കെ, മൊത്തമായിട്ട് ആ മെത്തേഡിൻ്റെ ആ ഒരു അതിന് നമ്മൾ സിയിലൊക്കെ ഡിക്ലറേഷൻ എന്ന് പറയും, മെത്തേഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന പറയും. ആ മെത്തേഡ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓഫ് ദ മെത്തേഡ് എന്ന് പല സ്ഥലത്തും നമ്മൾ പറയുന്നുണ്ട്. സിയിലും ഐ തിങ്ക് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദാറ്റ് വേ, ദ മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറയും. ആ മെത്തേഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ദി ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ദ റിട്ടേൺ ടൈപ്പ്, ദ നെയിം ഓഫ് ദി മെത്തേഡ്, ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറയാം. ഓക്കെ, സോ അത് സെയിം ആയിരിക്കണം. സബ് ക്ലാസ്സിലുള്ള മെത്തേഡിനും സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡിനും സെയിം ആണെങ്കിൽ ദെൻ the method in the subclass is set to override the method in the superclass. Override. Okay. So when an overridden method is called from within a subclass, so subclass in the agathalla overridden method, okay, it will, when it is called subclass illa overridden method vilikumbam, it will always refer to the version of that method defined by the subclass. So subclass inde oru object vadi നമ്മൾ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വഴി നമ്മൾ ഒരു ഓവർറിഡൻ മെത്തേഡ് വിളിക്കുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കോൾ ദി സബ് ക്ലാസ് മെത്തേഡ്, ഇറ്റ് വിൽ കോൾ ദി മെത്തേഡ് ഇൻ ദി സബ് ക്ലാസ്. സൂപ്പർ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ പേരിലും അതേ ടൈപ്പ് സിഗ്നേച്ചറിലും ഇരിക്കുന്ന മെത്തേഡ് വിൽ ബി ഹിഡൻ. ഓക്കെ, സോ വിൽ സി an example which demonstrates what we are discussing. So there's a class called A, and this class have two instance variables or two data members which is called I and J, and this class have a constructor which will initialize that I and J. Okay, and then this class have a show method which will display I and J or print I and J. So you can see the code for the class called A. Next we'll see the code for class B, which is actually a subclass of class A. So class B extends A, that is what we will give for creating a subclass. അല്ലേ, ഒരു ക്ലാസിൻ്റെ സബ് ക്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ക്ലാസ് B extends A. B ആണ് സബ് ക്ലാസ്, A ആണ് സൂപ്പർ ക്ലാസ്. So this class have an instance variable or data member called K, and it has its own constructor, which you can see that constructor will help in initializing the instance variables of the superclass as well. അതായത് സൂപ്പർ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആയ I, J, റൈറ്റ്, ഈ ഐയും ജെയും ഇനീഷ്യലൈസ് ചെയ്യാനും ഈ കൺസ്ട്രക്ടർ വഴി ദിസ് കൺസ്ട്രക്ടർ ഇസ് ട്രൈങ് ടു ഡു ദാറ്റ് ഓൾസോ, ലൈക്ക് കോളിംഗ് ദ കൺസ്ട്രക്ടർ ഓഫ് ദ സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ A ആണല്ലോ, സോ സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ വിളിക്കുകയാണ് ഇവിടെ. This one. So super എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട്, സൂപ്പർ എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ഇറ്റ് ഈസ് കോളിംഗ് ദി സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടർ. സോ A and B എന്ന് പറയുന്ന രണ്ട് ആർഗ്യുമെൻറ്റ്സ്, ഈ കൺസ്ട്രക്ടറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇത് പാസ് ചെയ്തിരിക്കുന്നത് ഈ സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലോട്ടാണ്. സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൽ യു ക്യാൻ സീ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഡസ്. അത് ഐയും ജെയും ഇനീഷ്യലൈസ് ചെയ്യുന്ന പണിയാണ് നടത്തുന്നത്. ഓക്കെ, and then you can see it initializes its own instance variable K also with the help of the argument C. C വെച്ചിട്ട് അത് അവനവൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഇനിഷ്യലൈസും ചെയ്യുന്നു. എയും ബിയും സൂപ്പർ ക്ലാസ്സിന് കൊടുക്കണം. ഓക്കെ, എയും ബി ആണ് ഐയും ജെ ആയിട്ട് മാറുക, ഐയും ജെൻ്റെ വാല്യൂസ് ആയിട്ട് മാറുക. നെക്സ്റ്റ് ഇറ്റ് ഹാസ് എ ഷോ മെത്തേഡ്. ഓക്കെ, ക്ലാസ് ബി ഹാവ് എ ഷോ മെത്തേഡ് വിച്ച് വിൽ പ്രിന്റ് ദ വാല്യൂ ഓഫ് K, which will print the value of K. നോക്കിക്കോളൂ, ഷോ മെത്തേഡ്, പാരാമീറ്റർലെസ് മെത്തേഡ്, റിട്ടേൺ ടൈപ്പ് വോയിഡ്. ഈ മെത്തേഡ് നമ്മൾ എൻ്റെ അകത്തും കണ്ടിട്ടുണ്ട്. എക്കും അതേ പേരിലൊരു മെത്തേഡ് ഉണ്ട്, പേര് മാത്രമല്ല ഇറ്റ്സ് ടൈപ്പ് സിഗ്നേച്ചർ. ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ പാരാമീറ്റർലെസ് ആയതുകൊണ്ട് അതാണ് ടൈപ്പ് സിഗ്നേച്ചർ. റിട്ടേൺ ടൈപ്പ് വോയിഡ്.
ഇതേ സിൻടാക്സിൽ ഇതേ സിഗ്നേച്ചറിൽ നമുക്ക് ഇവിടെ സബ് ക്ലാസ്സിൽ മെത്തേഡ് ഉണ്ട്. ഓക്കെ, വിച്ച് വിൽ പ്രിന്റ് കെ. ഇത് ചെയ്യുന്ന കാര്യം വ്യത്യസ്തമാണ്. ഇറ്റ് ഇസ് നോട്ട് വാട്ട് ദി പാരന്റ് ക്ലാസ് ഷോ മെത്തേഡ് ഡു. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാരന്റ് ക്ലാസ് മെത്തേഡ് ചെയ്യുന്ന കാര്യം എല്ലാ സബ് ക്ലാസ് മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ പോലും പേരൊന്നാണ്, സിഗ്നേച്ചർ ഒന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ബി ആണുള്ള സബ് ക്ലാസ്. അതിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഈ മെയിൻ മെത്തേഡിന്റെ അകത്തുനിന്ന് ഉണ്ടാക്കുകയാണ്. ഓവർറൈഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു മെയിൻ മെത്തേഡ് കൊടുത്തു. അത് ആ മെയിൻ മെത്തേഡിന്റെ അകത്തുനിന്ന് നമ്മൾ ആ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പം അതിന്റെ കൺസ്ട്രക്ടറിൽ എന്തെല്ലാമാണോ ആർഗ്യുമെന്റ്സ് നമുക്ക് ആവശ്യം അതൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ടറിൽ നമ്മൾ 3 ആർഗ്യുമെന്റ്സ് ആവശ്യമാണ്. ബീന്റെ സബ് കൺസ്ട്രക്ടറിൽ ബി എന്ന് പറയുന്ന സബ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിൽ 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം. സോ 3 ആർഗ്യുമെന്റ്സ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. 1, 2 and 3. 1ഉം 2ഉം സൂപ്പർ ക്ലാസിന്റെ കൺസ്ട്രക്ടറിലേക്ക് പോകും. 3 ബി എന്ന് പറയുന്ന സബ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിൽ തന്നെ യൂസ് ചെയ്യും. അത് ഇനീഷ്യലൈസ് ചെയ്യാൻ യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഈ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് സബ് ഒബി എന്നാണ് അതിന്റെ പേര്. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഷോ മെത്തേഡ് വിളിച്ചാൽ, ഓക്കെ, ആ ഒബ്ജക്റ്റ് വെച്ച് ഷോ മെത്തേഡ് വിളിച്ചാൽ ഏത് മെത്തേഡാണ് വിളിക്കപ്പെടുക? അത് സബ് ക്ലാസിന്റെ ഷോ മെത്തേഡാണോ വിളിക്കപ്പെടുക, അതോ സൂപ്പർ ക്ലാസിന്റെ ഷോ മെത്തേഡാണോ വിളിക്കപ്പെടുക? So that is what it is. Subclass will override the method of the superclass. അതായത് സബ് ക്ലാസിന്റെ ഷോ മെത്തേഡാണ് വിളിക്കപ്പെടുക. ഇറ്റ് വിൽ ഓവർറൈഡ്. ഇറ്റ് വിൽ ഓവർറൈഡ് എന്ന് പറഞ്ഞാൽ മറ്റതിനെ കാണാത്ത രീതിയിൽ, മറ്റതില്ല എന്നുള്ള രീതിയിലാണ് ഇത് വിളിക്കപ്പെടുക. ഓക്കെ, സോ സബ് ക്ലാസിന്റെ ഷോ മെത്തേഡാണ് വിളിക്കപ്പെടുക. When show is invoked on an object of type B, the version of show defined within B is used. Version of show inside B overrides the version declared in A. Override ചെയ്യുന്നു പറയും. Okay. If you wish to access the superclass version of an overridden method, so if you wish to access the superclass version നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ you can do so by using super കീവേഡ് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ക്ലാസിന്റെ മെത്തേഡിനെ നമുക്ക് സബ് ക്ലാസിന്റെ അകത്തുനിന്ന് നമുക്ക് യൂസ് ചെയ്യാം. സബ് ക്ലാസിന്റെ അകത്തുനിന്ന് സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ ഇറ്റ് ഓൾവേസ് റിഫേഴ്സ് ടു ദി പാരന്റ് ക്ലാസ്. സോ ഇവിടെ നമുക്ക് ഷോ മെത്തേഡിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് സൂപ്പർ ക്ലാസിന്റെ ഷോ മെത്തേഡും കൂടി നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് സ്റ്റേറ്റ്മെന്റ്. സൂപ്പർ ഡോട്ട് ഷോ വിളിച്ചാൽ സൂപ്പർ ക്ലാസിന്റെ ഷോ മെത്തേഡും കൂടി വിളിക്കും. ഓക്കെ, ദിസ് വിൽ കോൾ A's ഷോ. ഓക്കെ, സോ ഇങ്ങനെ ആകുമ്പം ഇറ്റ് വിൽ ഡിസ്പ്ലേ ബോത്ത് ഐ ആൻഡ് ജെ ഡിസ്പ്ലേ ചെയ്യും, അതിൻ്റെ കൂടെ കെയും ഡിസ്പ്ലേ ചെയ്യും. ഈ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇറ്റ് ഒക്കേഴ്സ് ഓൺലി വെൻ ദ നെയിംസ് ആൻഡ് ദ ടൈപ്സ് ഓഫ് സിഗ്നേച്ചേഴ്സ് ഓഫ് ദ 2 മെത്തേഡ്സ് ആർ ഐഡന്റിക്കൽ. അന്നേരം മാത്രമേ മെത്തേഡ് ഓവർ റൈഡിംഗ് വരുള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ നെയിംസ് ആൻഡ് ദ ടൈപ്പ് ഷുഡ് ബി ദ സെയിം. Type signatures of the 2 methods should be identical. Type signature same ആയിരിക്കണം. Type signature എന്നാൽ as I told the number of arguments, the type of arguments ഒക്കെ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് സെയിം മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ സെയിം പേരാണ്, പക്ഷെ ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഒക്കെ ഡിഫറെന്റ്, നമ്മുടെ മെത്തേഡ് ഓവർലോഡിങ്ങിന്റെ കേസിലുള്ള പോലെ. അങ്ങനെയാണെങ്കിൽ ദെൻ ദ 2 മെത്തേഡ്സ് ആർ സിംപ്ലി ഓവർലോഡഡ്. അങ്ങനെയാണെങ്കിൽ ഓവർലോഡിംഗ് ആണ് അവിടെ നടക്കുക. ഇറ്റ് ഈസ് നോട്ട് ഓവർ റൈഡിങ്. ഓവർ റൈഡിങ്ങിലാണ് ഹൈഡ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഓവർ റൈഡിങ്ങിൽ സൂപ്പർ ക്ലാസിന്റെ മെത്തേഡ് ഹൈഡ് ചെയ്യപ്പെടും. അതിനെ കാണാത്ത രീതിയിലാണ് കമ്പൈലറും റൺ ടൈമിലും ഒക്കെ ബിഹേവിയർ അങ്ങനെ വരുന്നത്. സൂപ്പർ ക്ലാസിന്റെ മെത്തേഡ് അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ഓക്കെ, സബ് ക്ലാസിന്റെ മെത്തേഡാണ് ഇപ്പോഴും മുകളിലേക്ക് വരിക. സബ് ക്ലാസിന്റെ മെത്തേഡാണ്, അത് മാത്രമേ ജാവ കാണില്ലൂ. ഓക്കെ, so here we are giving an example where
ഇത് ഓവർലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവിടെ. ഓവർ റൈഡിങ് അല്ല, ഓവർലോഡ് ചെയ്യാൻ. സോ ഷോ എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ ഉണ്ട് ക്ലാസ് എന്റെ അകത്ത്. ക്ലാസ് ബിന്റെ അകത്തും ഷോ ഉണ്ട്, പക്ഷേ യു ക്യാൻ സി ഇറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്പ് സിഗ്നേച്ചർ. ടൈപ്പ് സിഗ്നേച്ചർ ഇവിടെ ഡിഫറെൻ്റ് ആണ്. ടൈപ്പ് സിഗ്നേച്ചർ പറയുന്നാൽ ഈ പാരാമീറ്റർ ലിസ്റ്റും പാരാമീറ്ററിന്റെ ടൈപ്പും അതൊക്കെയാണ് ടൈപ്പ് സിഗ്നേച്ചർ പറയുന്നത്. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, ദ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് എല്ലാം അതിനെ മൊത്തമായിട്ടാണ് ടൈപ്പ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം MSG എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആർഗ്യുമെന്റ് ഇവിടെ ഷോയിൽ കൊടുക്കുന്നുണ്ട് ബി എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്ത്. സോ ഈ ഷോവും ഒന്നല്ല. ദിസ് ഷോ വിച്ച് ഇസ് ഓഫ് ബിലോങ്സ് ടു സൂപ്പർ ക്ലാസ് ആൻഡ് ദിസ് ഷോ വിച്ച് ബിലോങ്സ് ടു സബ് ക്ലാസ്. യു കനോട്ട് കോൾ ഇറ്റ് ആസ്, യു കനോട്ട് യൂസ് ഇറ്റ് ഫോർ മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് മെത്തേഡ് ഓവർലോഡിങ് ഓൺലി. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ സബ് OB ഡോട്ട് ഷോ, നമുക്ക് സബ് OB എന്ന് പറഞ്ഞാൽ ബീൻ്റെ ഒബ്ജക്റ്റ് ആണ്. ബീൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് ഷോ മെത്തേഡും വിളിക്കാം. നേരത്തെ ഷോ മെത്തേഡ് വിളിക്കുമ്പം ബീൻ്റെ ഷോ മെത്തേഡ് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഹിഡൻ ആയിട്ട് മാറും. എൻ്റെ മെത്തേഡ് ഹിഡൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഷോ മെത്തേഡും വിളിക്കാം. അതായത് ദിസ് ഇസ് കെ എന്ന് പറയുന്ന സ്ട്രിങ് പാസ് ചെയ്യാണ് നമ്മളിവിടെ. സോ അങ്ങനെ ആകുമ്പം അതിന് മാച്ച് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ്, റൈറ്റ്? സോ ഇറ്റ് വിൽ കോൾ ദിസ് മെത്തേഡ്. ഇനി ആർഗ്യുമെന്റ് ഇല്ലാതെ വിളിച്ചാൽ, ഷോ എന്ന് പറയുന്ന മെത്തേഡ് വിളിച്ചാൽ, ആർഗ്യുമെന്റ് ഇല്ലാതെ വിളിക്കുമ്പം ബി എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്ത് ആ മെത്തേഡ് ഇല്ല. ഓക്കെ, യു ക്യാൻ സി ഇറ്റ്സ് നോട്ട് ഇൻ ദാറ്റ് ക്ലാസ്. പക്ഷെ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്, ബീൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ വിളിക്കുന്നത്. ഷോ ഇസ് നോട്ട് ദർ ഇൻ ബി, ബട്ട് ഷോ ഇസ് ദർ ഇൻ ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. അതുകൊണ്ട് ആ ഷോവിനെ വിളിക്കും. ഓക്കെ, ദാറ്റ് ഷോ വിച്ച് ഇസ് ദർ ഇൻ സൂപ്പർ ക്ലാസ്, ദാറ്റ് വിൽ ഗെറ്റ് കോൾഡ്. അതുകൊണ്ട് അവിടെ മെത്തേഡ് ഓവർലോഡിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. സിംപ്ലി ഓവർലോഡ്സ് എ വേർഷൻ ഓഫ് ഷോയിനെ. അവിടെ ഹിഡൻ, ദ മെത്തേഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് ഹിഡൻ. സോ സൂപ്പർ ക്ലാസിന്റെ മെത്തേഡ് ഹൈഡ് ചെയ്യപ്പെടുന്നില്ല. Okay, so this is called method overriding. I talked about the difference between method overriding and method overloading. Method overloading ഒരു സിംഗിൾ ക്ലാസിൻ്റെ അകത്തും നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിലും നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. നമ്മളിവിടെ കണ്ടു ഈ രണ്ട് എൻ്റെ അകത്തുള്ള ഷോ മെത്തേഡിന് ആർഗ്യുമെന്റ് ഇല്ലായിരുന്നു, നമ്മുടെ ബീൻ്റെ അകത്തുള്ള ഷോന് ആർഗ്യുമെന്റ് ഉണ്ട്. സോ ഈ കേസിലും രണ്ട് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്, പക്ഷേ ബി ഈസ് എ സബ് ക്ലാസ് ഓഫ് എ. സോ ഇവിടെ നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ മെത്തേഡ് ഓവർലോഡിങ് ചെയ്യാം. പിന്നെ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഒരേ പേരിലും മാത്രമല്ല, ഒരേ ടൈപ്പ് സിഗ്നേച്ചറും സെയിം ആവുമ്പം ഒരു സൂപ്പർ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും മെത്തേഡ്സിൻ്റെ ടൈപ്പ് സിഗ്നേച്ചർ ആൻഡ് ദ മെത്തേഡ് നെയിം ഇസ് ദ സെയിം. അങ്ങനെയാണെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് ആണ് നടക്കുക. അത് ഞാൻ പറഞ്ഞു. ആ കേസിൽ നമ്മൾ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് മെത്തേഡ് വിളിക്കുമ്പം, ഓക്കെ, സബ് ക്ലാസിൻ്റെ മെത്തേഡാണ് വിളിക്കപ്പെടുക. സൂപ്പർ ക്ലാസിൻ്റെ മെത്തേഡ് ഗെറ്റ്സ് ഹിഡൻ. സൂപ്പർ ക്ലാസ് മെത്തേഡ് ഗെറ്റ്സ് ഹിഡൻ. സോ ദാറ്റ് ഇസ് കോൾഡ് ഓവർ റൈഡിങ്. അതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ റിഡൻ എന്നും പറയും, ഹിഡൻ എന്നും പറയും, ഓവർ റിഡൻ എന്നും പറയും. സോ അങ്ങനത്തെ കേസിൽ സെയിം ടൈപ്പ് സിഗ്നേച്ചർ ആൻഡ് സെയിം മെത്തേഡ് നെയിം, അങ്ങനെയാകുന്ന കേസിൽ മെത്തേഡ് ഓവർ റൈഡിങ് ആണ് വരിക. ഡിഫറെൻറ്റ് ടൈപ്പ് സിഗ്നേച്ചേഴ്സ് ബട്ട് സെയിം നെയിം എന്നുള്ള കേസാണെങ്കിൽ മെത്തേഡ് ഓവർലോഡിംഗ് ആണ് വരിക. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ് വിൽ ഡിസ്കസ് അബൌട്ട് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. ഈ മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് കൺസെപ്റ്റ് ആണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. സോ വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.